Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ നമ്മുടെ കയ്യിലുള്ളത് iQOOന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ്, അതായത് 2023 ആദ്യത്തെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ iQOO 11 ആണ്. അപ്പോൾ iQOO 11 പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഞാനൊരു ഷോർട്സ് വീഡിയോ ഉണ്ടാക്കിയിരുന്നു. ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്പാണ്. ഏറ്റവും ഫസ്റ്റ് ഡിവൈസാണ് ഇന്ത്യയിലെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്പ്. ഇത് ഏറ്റവും പവർഫുൾ ആയ ആൻഡ്രോയിഡിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, E6 AMOLED ഡിസ്പ്ലേ, 120 വാട്ട് ചാർജിങ്, iQOOന്റെ V2 ചിപ്പും കൊടുത്തിട്ടുണ്ട് ഗെയിമിങ്ങിനും. അതേപോലെ തന്നെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ ചിപ്പാണ് V2 ചിപ്പ്. V1 ചിപ്പ് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ V2 ചിപ്പാണ് iQOO 11 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ iQOO 11 ഒരു അൺബോക്സിങ്ങും നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻസുമാണ്. നമ്മൾ ആക്ച്വലി ഒരാഴ്ചയോളമായി ഈ ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ അൺബോക്സിംഗ് തുടങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് പ്രൈസ് അറിയത്തില്ല. അപ്പോൾ പ്രൈസ് അറിയുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള iQOO 11 ബോക്സ് പാക്കേജിങ്. അപ്പോൾ iQOO എന്ന് എഴുതിയിടണം. BMW മോട്ടോർ സ്പോർട്ടിൻ്റെ ഒരു പ്രീമിയം പാർട്ട്ണറാണ് ഇവർ. എല്ലാ iQOO ഡിവൈസസിലും BMW മോട്ടോർ സ്പോർട്ടിൻ്റെ ആ ഒരു ബ്രാൻഡിങ് വരാറുണ്ട്. ഇത്തവണ അതുണ്ട്. ലെജൻഡ് എന്ന് പറഞ്ഞ ഒരു കളറാണ്. പിന്നെ ആൽഫ എന്ന് പറഞ്ഞ വേറൊരു കളറുണ്ട്. ഇവിടെ നമുക്ക് എഴുതി കാണാം iQOO 11 5G എന്ന് എഴുതി കാണാം. ബോക്സിന് ബാക്കിൽ കാര്യമായ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് റാം എഴുതിയിട്ടുണ്ട്. 16 GB റാം ഉണ്ട്. അപ് ടു 16 GB റാമാണ്. 8 GB റാം വേരിയൻ്റ് ഉണ്ട്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 256 GB ആണ്. ഇത് ലെജൻഡ് എന്ന് പറഞ്ഞ കളറാണ്. സാർ വാല്യൂ 1.23, ഹെഡും 0.97 ബോഡിയാണ്. എല്ലാ 5G നെറ്റ്വർക്കും സപ്പോർട്ടഡ് ആണ്. ജിയോൻ്റെ 5G, എയർടെലിൻ്റെ 5G എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ iQOO 11 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ബോക്സ് ഒന്ന് ആദ്യം നമുക്ക് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫോണാണ് കിട്ടുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പിന്നെ iQOOൻ്റെ ഒരു BMW മോട്ടോർ സ്പോർട്ടിൻ്റെ ഒരു മാനുവലാണ്. ജസ്റ്റ് ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കൊരു സിം ഇജക്റ്റ് പിന്നാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു കേസാണ്. സ്റ്റാൻഡേർഡ് TPU കേസാണ്. നമ്മൾ കാര്യമായ ഒന്നുമില്ല, പക്ഷേ നല്ലൊരു ക്വാളിറ്റി TPU കേസാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് മാനുവലും വാറണ്ടി ഇൻഫർമേഷനാണ്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇത് ഡ്യുവൽ സിം കാർഡ് മാത്രമേ ഉള്ളൂ, SD കാർഡ് സപ്പോർട്ടില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന ചാർജിങ് കേബിളാണ്. സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ്. പിന്നെ വരുന്ന ഈ ഒരു മാസീവ് 120 വാട്ട് അഡാപ്റ്ററാണ്. ഇതിൽ 120 എഴുതി കാണാം. ഇതാണ് ആ ബ്രിക്ക് 120 വാട്ട് അഡാപ്റ്റർ. വിവോ ഫ്ലാഷ് ചാർജ് 120 വാട്ട് എന്ന് എഴുതിയതും കാണാം. അപ്പോൾ ഇത് വെച്ചാണ് നമുക്കിത് USB Type-C പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് പല ഡിവൈസസും ചാർജ് ചെയ്യാം. 120 വാട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് iQOO 11 നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഹാർഡ്വെയർ നോക്കാം. അപ്പോൾ എപ്പോഴും പറയേണ്ട പോലെ തന്നെ BMW മോട്ടോർ സ്പോർട്ടിൻ്റെ ബ്രാൻഡിങ് കാണാം. നമുക്കിതൊരു ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഫിനിഷ് കാണാം. ഇവിടെ നമുക്കൊരു മെറ്റൽ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഫിനിഷ് കാണാം. iQOOൻ്റെ ബ്രാൻഡിങ്ങും അതേപോലെ BMW മോട്ടോർ സ്പോർട്ടിൻ്റെ ആ ഒരു 3 കളേർഡ് ബാൻഡിങ് കാണാം. ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റാണ്. ഒരു റെക്റ്റാങ്കിൾ ലേഔട്ടാണ്. നല്ലൊരു മെറ്റൽ ഫിനിഷാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് V2 എന്ന് എഴുതിയത് കാണാം. ഇത് എന്താ പറയുക, പുതിയ V2 ചിപ്പിൻ്റെ ഇതാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അതേപോലെ അൾട്രാ സെൻസിങ് എഴുതി കാണാം. ഓപ്റ്റിക്കലി മിഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ക്യാമറയെ കുറിച്ച് ഞാൻ വിശദമായി പറയാം. ഇവിടെ സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ്, മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴത്ത് നമുക്ക് കിട്ടുന്നത് ഒരു സിം ട്രേ, USB Type-C പോർട്ട്, സ്പീക്കർ, മുകൾ ഭാഗത്ത് സ്പീക്കർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു 16 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഡിസ്പ്ലേയെ കുറിച്ച് പറയാം. പിന്നെ ഇതിന് വേറൊരു കാര്യം പറയാനുള്ള ഡിസൈൻ ആസ്പെക്റ്റിൽ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. 208 ഗ്രാംസ് ഉണ്ട്. എങ്കിലും നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ചെയ്തൊരു മെറ്റൽ ചാസിയാണ് കൊടുത്തിരിക്കുന്നത്. ഗോറില്ല ഗ്ലാസ് വിക്ടർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്കൊരു ലെതർ ഫിനിഷാണ് കിട്ടുന്നത്. പിന്നെ ഒരു ആൽഫ എന്ന് പറഞ്ഞ വേരിയൻറ്റും ഉണ്ട്. നല്ല ഒരു ഇൻഹാൻഡ് ഫീലാണ്. പ്രീമിയം ഡിസൈനാണ്, നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. നല്ലൊരു ഓവറോൾ ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് പോകാം. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ഒരു E6 AMOLED ഡിസ്പ്ലേ ആണ്. ഇത് QHD റെസൊല്യൂഷൻ, അതായത് 1440pൻ്റെ QHD റെസൊല്യൂഷനാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അപ് ടു 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. നമുക്ക് റിഫ്രഷ് റേറ്റ് ഡൈനാമിക്കായി സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ 144 Hz റിഫ്രഷ് റേറ്റ് ആണ് മാക്സിമം വരുന്നത്. E6 AMOLED ആണ്. അപ്പോൾ E6 AMOLED എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച AMOLED പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അപ് ടു 1800 nits പീക്ക് ബ്രൈറ്റ്നസ്സും അതേപോലെ DCI
1080p3 കളർ ഗ്യാമറ്റ് 105 വരെയുണ്ട്. അപ്പോൾ ഒരു കിഡിലൻ ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്, ലാഗ് ഫ്രീ എക്സ്പീരിയൻസ്. ഞാൻ ഇപ്പോൾ 144 ഹെർട്സ് ആണ് വെച്ചിരിക്കുന്നത്. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. എസ്പെഷ്യലി നമുക്ക് മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ ഒരു കിഡിലം എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. നല്ലൊരു ടച്ച് റെസ്പോൺസും നല്ല ബ്രൈറ്റ് കളേഴ്സും അതേപോലെ തന്നെ നല്ലൊരു റെസൊല്യൂഷനാണ് വരുന്നത്. പക്ഷേ ഇത്തവണ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ കേർവ് ഡിസ്പ്ലേ അല്ല, iQOO 9 Proയിലെ പോലെ കേർവ് ഡിസ്പ്ലേ അല്ല, iQOO 9 ഒക്കെ പോലെ തന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേന് വരുന്നത്. ഇതൊരു ബെറ്റർ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേന് വരുന്നത്. പിന്നെ ഗോറില്ല ഗ്ലാസ് വിക്ടേഴ്സ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റിയിൽ ഒരു പോരായ്മയും നമുക്ക് എടുത്ത് പറയാനില്ല, നല്ലൊരു കിടിലൻ ഡിസ്പ്ലേയാണ് വരുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ വിവോൻ്റെ ഫൺ ടച്ച് OS ആണ് ഇത് പവർ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ അബൌട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ കാണാം Android 13 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്പാണ്. എൻ്റെ വേരിയൻറ്റ് 16 GB റാമാണ്, അപ് ടു 8 GB എക്സ്പാൻഡബിൾ റാമുണ്ട്. അതേപോലെ ഒരു 8 GB വേർഷൻ കൂടിയുണ്ട്. രണ്ടിലും 256 GB സ്റ്റോറേജാണ് വരുന്നത്. Android 13 ആണ് വരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ വേർഷനാണ്. പിന്നെ നമുക്കറിയാം ഫൺ ടച്ച് OSൽ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. ഡൈനാമിക് എഫക്ട്സ് ഉണ്ട്, ലോക്ക് സ്ക്രീൻ ആൻഡ് വാൾപേപ്പർ കസ്റ്റമൈസേഷൻസ് ഉണ്ട്. പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് ആണ് ഗെയിമിങ്ങിന് അൾട്രാ ഗെയിം മോഡ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ജനറലി കിട്ടുന്ന എല്ലാ ഓപ്ഷൻസ് തന്നെ കിട്ടുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വളരെ ഫാസ്റ്റായ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാൻ. കണ്ടില്ലേ, വളരെ ഫാസ്റ്റാണ്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ കുറച്ച് ബ്ലോട്ട്വെയർസ് ഇൻക്ലൂഡഡ് ആണ്. ആക്ച്വലി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്, എങ്കിലും ഇതിൽ കാര്യമായ ഇഷ്യൂസ് ഒന്നുമില്ല. കുറേ ആപ്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത കേട്ടോ. അത് സ്നാപ്ചാറ്റൊക്കെ അവൈലബിൾ ആണ് ഇതിനകത്ത്, പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. സ്നാപ്ചാറ്റ്, നെറ്റ്ഫ്ലിക്സ്, കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾഡ് ഉള്ളൂ. ബാക്കി ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് ഞാനാണ്. അപ്പോൾ അത് ബേസിക്കായ കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത്. എന്നാൽ ബ്ലോട്ട്വെയർസ് വളരെയധികം കുറച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും എൻ്റെ ആവശ്യമില്ല, അത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാവുന്നൊരു കാര്യമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതല്ല. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് വരാം. ഇവിടെയാണ് iQOO 11 അതിൻ്റെ സോളിഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 2 ചിപ്പാണ് വരുന്നത്. ഏറ്റവും പവർഫുൾ ആയ ചിപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആൻറ്റിറ്റ്യൂഡ് ബെഞ്ച് മാർക്ക് സ്കോർ കാണിച്ചു തരാം. ആൻറ്റിറ്റ്യൂഡ് ബെഞ്ച് മാർക്ക് സ്കോർ ജസ്റ്റ് ഒരു റെഫറൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും കണ്ടില്ലേ, 12,51,482 ആണ് ആൻറ്റിറ്റ്യൂഡ് ബെഞ്ച് മാർക്ക് സ്കോർ. ദ മോസ്റ്റ് പവർഫുൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പവർഫുള്ളായ ഒരു സ്മാർട്ട് ഫോണാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, ഇതിനകത്ത് UFS സ്റ്റോറേജ് 4.0 ആണ്. നമ്മൾ കിട്ടുന്ന കഴിഞ്ഞ വർഷത്തെ എല്ലാ ഫ്ലാഗ്ഷിപ്പിലും 3.1 ആണ്, ഇൻക്ലൂഡിങ് Pixel 7 Pro. ഇവിടെ UFS 4.0 സ്റ്റോറേജ് ആണ്. അതേപോലെ LPDDR5X റാം ആണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പിലെല്ലാം LPDDR5 റാം ആയിരുന്നു, ഇതിൽ 5X റാം വരുന്നത്. അപ്പോൾ അത് രണ്ടിലും തന്നെ iQOO ഒരു വിട്ടുവീഴ്ച നൽകിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കിടിലം സ്പെക്കാണ് വരുന്നത്. ഇതൊരു ഗെയിമിംഗ് അനുയോജ്യമായ ഒരു കിടിലം സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ഇതിൽ ഗെയിം മോഡും അതേപോലെ ഇതിനകത്ത് V2 ചിപ്പ് ഉണ്ട്. V2 ചിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹയർ FPS-ൽ ഇത് എന്താ പറയുക, ഇൻ്റർപൊളേഷൻ വഴി ഹയർ FPS നമുക്ക് തരും എന്നുള്ളതാണ്. അപ്പോൾ V2 ചിപ്പും ഇതിൽ ഗെയിമിങ്ങിന് അനുയോജ്യമായ ഒരു ചിപ്പാണ്. അപ്പോൾ ഗെയിമിങ്ങിന് ഒട്ടും തന്നെ ഒരു വിട്ടുവീഴ്ച ചെയ്യാണ്ട് ഏറ്റവും ബെസ്റ്റ് ഹാർഡ്വെയർ ആണ് iQOO ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗെയിമേഴ്സിന് നല്ല ഒരു ഡിവൈസാണ്. പിന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് മികച്ചതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെ ക്യാമറാസിലോട്ട് പോകാം. നമുക്ക് ഇതിൽ ഇവിടെ കിട്ടുന്ന നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഏറ്റവും മുകളിലുള്ളത് 50 MP സാംസങ്ങിൻ്റെ GN5 സെൻസറാണ്. f1.8 അപ്പേച്ചറാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അത് 8 MP വരുന്നുള്ളൂ. പിന്നെ ഒരു ടെലിഫോട്ടോ 13 MP ടെലിഫോട്ടോ ലെൻസ്, 2x ഒപ്റ്റിക്കൽ സൂമിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. ക്യാമറ സെറ്റപ്പ് നല്ലൊരു സെറ്റപ്പാണ്. 8 MP കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം തന്നെ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഒരു പഞ്ച് ഹോൾ 16 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറ UI നോക്കുകയാണെങ്കിൽ നമുക്ക് ടിപ്പിക്കൽ iQOOയിൽ കിട്ടുന്ന UI തന്നെയാണ്. നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ് ടു 8K റെക്കോർഡിംഗ് സപ്പോർട്ടാണ്. 4K 60 30 FPS എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റിയുള്ള ക്യാമറയായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഫീച്ചർ വൈസ് 50 MP മോഡുണ്ട്, സ്ലോ മോഷൻ, പാൻഡ്രോമ, നൈറ്റ് മോഡ്, സ്പോർട്സ്, അങ്ങനെ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. പോർട്രേറ്റ്സ് നമുക്ക് 2x എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ ഒരു കിടിലൻ സെറ്റപ്പാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. ഇനി ഇതിനെ നമുക്കെടുത്ത് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം iQOO 11 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. നല്ല കിടിലൻ ക്യാമറ സെറ്റപ്പാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. നല്ല ഡേ ലൈറ്റ് ഷോട്ട്സും
നല്ല ക്ലാരിറ്റി തരുന്ന ഒരു എന്താ പറയുക പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ക്യാമറയെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം iQOO 11 എടുത്ത ക്യാമറ സാമ്പിൾസാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറ സാമ്പിൾസിനെ കണ്ടിട്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാറ്ററിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതിനൊപ്പം തന്നെ 120 watt അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. ഇനി 8 minutes, അതായത് വെറും 8 മിനിറ്റിൽ 50% വരെ ചാർജ് ആവുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടായി. അപ്പോൾ 8 minutesൽ 50% ആവുന്നുള്ളത് കറക്റ്റാണ്. ഫുൾ ചാർജിന് അറൗണ്ട് 25 minutesോടെ എടുക്കും. എങ്കിലും നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ഇനീഷ്യൽ 50 minutes 50% വെറും 8 മിനിറ്റിൽ നമുക്ക് ചാർജ് ചെയ്ത് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അതായിരുന്നു ബാറ്ററീൻ്റെ. പിന്നെ ബാറ്ററി പെർഫോമൻസും നല്ലതായിരിക്കും. കാരണം നമ്മൾ ഫുൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല. 5G സപ്പോർട്ട് ചെയ്യാൻ നോക്കിയാൽ 5Gയിൽ കുഴപ്പമില്ലാത്ത നല്ല റിസപ്ഷനാണ് വരുന്നത്, നല്ല സ്പീഡും കിട്ടുന്നുണ്ട്. ഞാൻ ജിയോ 5G ആണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ 5G ഇന്ത്യയിലെ എല്ലാ ബാൻഡ്സും തന്നെ ഇതിൽ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു iQOO 11 ഒരു ഡീറ്റെയിൽ അൺബോക്സിങ്. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസ് വരുന്നു. ഏറെക്കുറെ നമ്മളൊരു ആഴ്ചയിലേറെയായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ ഒരു റിവ്യൂ പോലത്തെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം, എങ്കിലും ഫുൾ റിവ്യൂ അല്ല. എങ്കിലും ഞാൻ ബ്രീഫായിട്ട് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡിവൈസ്. ഇതിൻ്റെ പ്രൈസിങ് എനിക്ക് അറിയില്ല, പ്രോബ്ലി അറൗണ്ട് 65,000 ആ റേഞ്ച് ആയിരിക്കാണ്, 60,000 to 65,000 ആയിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിൽ പ്രൈസ് അനൗൺസ് ചെയ്യാണ്ട് എനിക്കറിയത്തില്ല. അറൗണ്ട് 60,000 അടുത്തായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഹൈ എൻഡ് ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു iQOO 11 അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.